ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ കർക്കിടക മാസം വരികയാണ്. അപ്പോൾ കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെയധികം ഭക്തിയുടെ ഒരു മാസമാണ് അല്ലേ. അപ്പം ഈ മാസത്തിൽ എന്ന് വെച്ചാൽ പണ്ടൊക്കെയുള്ള ആളുകൾ പറയും ഇത് പഞ്ഞമാസം എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഭയങ്കര മഴ, അതായത് എപ്പോഴും മഴയുടെ ഒരു മൂടായിരിക്കും, ഏത് സമയത്തും മഴയായിരിക്കും. അപ്പം അങ്ങനെ മഴയും ആളുകൾക്ക് ജോലിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ട്, അപ്പം ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വരിക. അപ്പം അങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കും. അങ്ങനെ ജോലിക്ക് പോകാത്തത് കാരണം അവരുടെ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയും. എന്നാലും നമ്മുടെ ഏറ്റവും വലിയ ഭക്തിപരമായിട്ട് നമ്മൾ തന്നെ ഭക്തിയായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയമാണിത്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും മഴയായത് കാരണം തന്നെ അന്തരീക്ഷം മുഴുവൻ ഇങ്ങനെ രോഗാണുക്കളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ടൈമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വളരെയധികം ഭക്തിയായിട്ടും വളരെയധികം പോഷക സമൃദ്ധമായ ആഹാരമൊക്കെ കഴിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ വളരെ ഐശ്വര്യമായിരിക്കും. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ പറയാൻ വന്നിരിക്കുന്നത് ഇതൊന്നുമല്ല, നമുക്ക് കുറച്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യവും സമ്പൽ സമൃദ്ധിയുമൊക്കെ ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ആ നക്ഷത്രക്കാരാരൊക്കെയാണെന്ന് അതൊരു ഏത് കൂറിൽപ്പെട്ടവരാണെന്നൊന്ന് പറയാം. അതായത് മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രം, അശ്വതി ഭരണി കാർത്തിക നക്ഷത്രം, അവർക്ക് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെയധികം ഐശ്വര്യവും സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നതും തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും. അവർക്ക് വളരെ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും അശ്വതി നാളുകാർക്ക്. അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങുന്നതിന് നല്ലൊരു സമയമാണ്. അവർക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തൊഴിലുകൾ, അവർക്ക് വളരെ കാലമായിട്ട് കാത്തിരുന്ന തൊഴിലൊക്കെ അവർക്ക് കിട്ടുന്നതായിരിക്കും. കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. മക്കൾക്ക് ഭയങ്കര ഐശ്വര്യങ്ങളും ഒക്കെ. അതുപോലെ മക്കളുടെ വിവാഹം നടക്കാനൊക്കെ നിങ്ങൾ കാത്തിരുന്നതാണെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു തീർപ്പൊക്കെ ഉടനെ തന്നെ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർക്കും ഭരണി നക്ഷത്രക്കാർക്കെന്ന് പറയുന്നത് ബിസിനസ്സിലാണ് വളരെയധികം ഉയർച്ച അവർക്കുണ്ടാകുന്നത്. അതുപോലെ വീടും വാഹനവും ഒക്കെ അവർ ഉദ്ദേശിക്കാതെ തന്നെ വാങ്ങാനും, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയുടെ ഒരു കാലഘട്ടമായിരിക്കും ഭരണി നക്ഷത്രത്തിനും. അതുപോലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിനും ഇതുപോലെ തന്നെയാണ്. കാർത്തിക നക്ഷത്രക്കാർക്കും കുടുംബത്തിൽ വളരെയധികം ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ അവർ കുറച്ച് ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റിലെ തന്നെ പറഞ്ഞായിരുന്നു, പോഷക സമൃദ്ധമായ ആഹാരം, അതായത് കർക്കിടക കഞ്ഞിയൊക്കെ കുടിക്കുക. നമ്മൾ അതുപോലെ മാംസാദികളെക്കാളുപരി ഈ സമയത്ത് വളരെ ഔഷധം നിറഞ്ഞ സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിക്കുക. പിന്നെ കഴിവതും രാമായണം നോക്കുമെങ്കിൽ വൈകിട്ട് കുറച്ച് നേരമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ നോക്കുക. വളരെയധികം ഐശ്വര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ബിസിനസ്സുകാർക്ക് വളരെയധികം ഉയർച്ചയാണ്. അതുപോലെ സിനിമാ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ അതുകൊണ്ട് തന്നെയാണ് മകയിര നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കാണ് വളരെയധികം വിജയവും, അതുപോലെ വിദ്യാവിജയം, മത്സര പരീക്ഷകളിലൊക്കെ ഇവർക്ക് വൻ വിജയം ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ അല്പസ്വല്പം പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ ജോലിയിലൊക്കെ പ്രമോഷനൊക്കെ കിട്ടാൻ അവർക്ക് സാധ്യത കൂടുതലാണ്. അതുപോലെ അംഗീകാരങ്ങൾ, സമൂഹത്തിലായാലും ഒരു വിലയും നിലയും അംഗീകാരവും പ്രശസ്തിയും പദവിയും ഒക്കെ കിട്ടാൻ ഇവർക്ക് ഒരു അനുയോജ്യമായ സമയമാണ് മകയിര നക്ഷത്രത്തിനും. അതുപോലെ മകയിരത്തിലെ ഇടവക്കൂറുകാർക്കാണ്. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്.
പുണർദം നക്ഷത്രക്കാർക്കും അത് വളരെയധികം ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അവർക്ക് വളരെയധികം രോഗങ്ങളൊക്കെ ഇവരെ അലട്ടിയിരുന്നുണ്ടെങ്കിൽ ആ രോഗങ്ങളിൽ നിന്നൊക്കെ വളരെ വേഗം തന്നെ മുക്തി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ശത്രുനാശം ഉണ്ടാകുന്നതായിരിക്കും. അതായത് ഇവർക്ക് ശത്രുക്കളെ കൊണ്ട് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഇവർക്ക് ശത്രുനാശമൊക്കെ ഉണ്ടായി. അതുപോലെ ശത്രുക്കളെ കൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഉപദ്രവം മാറുന്നതായിരിക്കും. അതായത് ശത്രുക്കൾ മൂലമാണല്ലോ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകുന്നെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ശത്രുത നിമിത്തം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവരൊന്ന് കരുതിയാൽ മതി. അത് നമ്മുടെ ഇപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അതിന് പെട്ടെന്ന് തടസ്സങ്ങൾ ഉണ്ടാകുന്നതായിരിക്കാം. അതുപോലെ നമുക്ക് എന്നും രോഗവും ദുരിതവും കഷ്ടതയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ മാറാൻ ഈ ശത്രുനാശം ത്തിലൂടെ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അതാണ് പുണർദ നക്ഷത്രത്തിന്. നെക്സ്റ്റ് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാകുന്നു, ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്നു, മക്കളിലൂടെ വളരെയധികം ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയൊക്കെ വീട്ടിലുണ്ടാകുന്നു. അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അത് നടക്കുന്നതായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആയില്യം നക്ഷത്രത്തിന്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ ഇവർ വളരെയധികം ഭക്തിയായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവരൊക്കെ ദൂരയാത്രകളൊക്കെ, അതായത് തീർത്ഥാടന യാത്രകളൊക്കെ ചെയ്യാൻ ഇടയുണ്ടാകുന്നതായിരിക്കും. അതുപോലെ ഇവരുടെ ദാമ്പത്യ ജീവിതവും വളരെയധികം സന്തോഷപ്രദമായിരിക്കുന്നതായിരിക്കും. അതുപോലെ ചോതി നക്ഷത്രക്കാർക്കാണ് ഏറ്റവും ഉയർച്ചയുടെ ഒരു കാലം. അതായത് ഭാഗ്യം ഉദിച്ചു എന്ന് തന്നെ പറയാം ഈ നക്ഷത്രം. അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് സമ്മാനങ്ങൾ, ലോട്ടറി പോലെയുള്ള സമ്മാനങ്ങളൊക്കെ അടിക്കുന്നതായിരിക്കും. അതായത് ലോട്ടറിയൊക്കെ എടുത്തിരുന്നാൽ അതൊക്കെ ഉറപ്പായിട്ടും ചിലപ്പോൾ അടിക്കാൻ സാധ്യത കൂടുതലാണ്. അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതല്ല ലോട്ടറി പോലുള്ള മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഭാഗ്യമായാലും മതി, ലോട്ടറി തന്നെ അടിക്കണമെന്നില്ല. അതുപോലെ തന്നെ സുഹൃത്തിൽ നിന്ന്, നമ്മുടെ അടുത്ത സുഹൃത്തിൽ നിന്നോ മക്കളിൽ നിന്നോ ഒക്കെ നമുക്ക് സഹായങ്ങൾ കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതായത് മക്കളൊക്കെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ പൈസ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴി അവർക്ക് ധനലാഭം ഉണ്ടാകുകയോ എങ്ങനെയായാലും അവർക്ക് ധനലാഭത്തിനൊക്കെ യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും അനുഗ്രഹിച്ച, അതായത് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതലായിട്ട് ഈ കർക്കിടക മാസത്തിൽ കാണുന്നുണ്ട്. പ്രശസ്തിയും പദവിയും ഒക്കെ അവരെ തേടിയെത്തുന്നതായിരിക്കും. കരിയറിലൊക്കെ വലിയ വിജയം ഉണ്ടാകുന്നതാണ്. വാഹന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്.